വെൽക്കം ബാക്ക് ടു AJ ഇൻഡസ്ട്രീസ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കുകയാണ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ യമഹയുടെ R15 V4. നമുക്ക് അധികം ലാഗില്ലാണ്ട് നേരെ നമ്മുടെ വണ്ടിയുടെ ഇൻട്രോ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്ഥിരം പരിപാടി പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ വണ്ടിക്ക് ഇത്തിരി പെട്രോൾ അടിച്ചിട്ട് ബാക്കി നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഈ വണ്ടിയുടെ നല്ല കിടിലൻ വീഡിയോസ് എടുക്കാനായിട്ടുള്ള അതിന് പറ്റിയ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ആ സ്ഥലത്തേക്ക് പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഓവറോൾ ലുക്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു കിടിലൻ ലുക്ക് തന്നെയാണ് ഇത് തരുന്നത്. നല്ല രീതിയിലൊരു റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് മെയിൻലി 7 വേരിയൻറ്റിനകത്താണ് വരുന്നത്. അതായത് ഡാർക്ക് നൈറ്റ്, ഇൻറ്റൻസിറ്റി വൈറ്റ്, മെറ്റാലിക് ഗ്രേ, റേസിംഗ് ബ്ലൂ, ബ്ലാക്ക് മെറ്റാലിക് എക്സ്, വിവിഡ് മജന്ത മെറ്റാലിക്, ഇങ്ങനെ ഈ 7 കളർ പാറ്റേൺസിനകത്താണ് വണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും പില്ലിയൻ അത്ര കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ആ ടാങ്കുമായിട്ട് ഒരു ഹഗ് ചെയ്ത് കിടന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അത് അത്യാവശ്യം ബാലൻസ് ഒക്കെ നല്ല രീതിയിൽ ഇതിനെ കിട്ടുന്നുണ്ട് ആ ഒരു ആംഗിളിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത് കൊണ്ട്. പിന്നെ ഇതിൻ്റെ ടെയിലിൻ്റെ സെക്ഷനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് LED തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പുതിയ V4 കാണുമ്പോഴത്തേക്കും അതിൻ്റെ DRL കാണുമ്പോൾ ആൾക്കാരൊന്ന് നോക്കും. R15ൻ്റെ എഞ്ചിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇത് 155cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അത് 14 Nm ടോർക്ക് അത് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ഇത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാറിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിനകത്താണ് ഇതിൻ്റെ എല്ലാ വണ്ടികളിലും കണ്ടുവരുന്ന പോലെ ഇൻഡിക്കേറ്റർ സ്വിച്ച്, അതേപോലെ തന്നെ ഡിമ്മും ഫുള്ളിൻ്റെ സ്വിച്ച്. പിന്നെ ഈ ക്ലച്ചിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ച് സ്ലിപ്പർ അസിസ്റ്റൻറ്റ് ക്ലച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിനകത്തേക്ക് വരുമ്പോഴത്തേക്കും അതിനകത്താണ് നമ്മുടെ എൻജിൻ കിൽ സ്വിച്ചും അതേപോലെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാര്യങ്ങൾ, അതേപോലെ ഹസാർഡിൻ്റെ സ്വിച്ച് എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. എന്തായാലും അത്യാവശ്യം ലൗഡായിട്ടുള്ളൊരു എക്സോസ്റ്റ് തന്നെയാണ് ഇത് തന്നേക്കുന്നത്. അത് ഹയർ RPMനകത്ത് ഈ എക്സോസ്റ്റിൻ്റെ സൗണ്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ പറയാം. ഇതൊരു സ്പോർട്സ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് ഇത്തിരി കുറവാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നിട്ട് 815 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ്. പിന്നെ ഈ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചൊന്ന് കുറവാണ്, അതായത് 170 mm ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഇത് 11 ലിറ്റേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. പിന്നെ ഇതിൻ്റെ ബ്രേക്സിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ബ്രേക്ക് വന്നിട്ട് 282 mm-ൻ്റെയും അതേപോലെ തന്നെ റെയർ ബ്രേക്ക് വന്നിട്ട് 220 mm-ൻ്റെ ഡിസ്ക് ബ്രേക്സ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ ബൈക്ക് അങ്ങനെ ഒരുപാട് സ്പീഡിൽ ലീൻ ചെയ്ത് ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഈ വണ്ടിക്ക് ഇത്തിരി വെയിറ്റ് കുറവാണ്. അതായത് 142 kg ഈ വെയിറ്റ് ഉള്ളൂ. പിന്നെ 155cc സെഗ്മെൻറ്റിനകത്ത് ഇതാണ് ഇപ്പോഴും ഒരു രാജാവ് എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന വണ്ടി. സോ അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ടല്ലോ. മാത്രമല്ല, ഞാൻ അധികം ലീൻ ചെയ്ത് ഓടിക്കാനായിട്ടൊന്നും ഞാൻ പറയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെയിറ്റ് കുറവാണ്, എപ്പോൾ വേണമെങ്കിലും സ്ലിപ്പ് ആവാം. പിന്നെ വന്നിട്ട് ഈ വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ കമ്പനി പറയുന്നത് 60 ആണ് എങ്കിൽ പോലും ഒരു 42 ഒക്കെ നമുക്ക് സിറ്റിയിൽ കിട്ടുന്നുണ്ട്. ലോങ് പോകുമ്പോഴത്തേക്ക് ഒരു 45, 47, 50 ഒക്കെ മാക്സിമം എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ സസ്പെൻഷനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ കൊടുത്തേക്കുന്നത് ടെലിസ്കോപ്പിക്
അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് കൊടുത്തേക്കുന്നത് 37mm. അതേപോലെ തന്നെ അതിൻ്റെ റെയറിൽ വന്നിട്ട് ലിങ്ക്ഡ് ടൈപ്പ് മോണോക്രോ സസ്പെൻഷനാണ് അതിൻ്റെ റെയറിൽ വന്നിട്ട് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ടയർ സൈസ് വന്നിട്ട് ഫ്രണ്ടിൽ 180/70ൻ്റെയും റെയറിൽ വന്നിട്ട് 140/70 R17ൻ്റെയാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും അലോയ് വീൽസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. രണ്ടും സെയിം സൈസാണ്. ഡയമീറ്റർ വന്നിട്ട് 431.8mm ഫ്രണ്ടിലും റെയറിലും വന്നേക്കുന്നത്. ഇതിൻ്റെ ഓഡോമീറ്ററിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ളി ഡിജിറ്റലായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് ട്രിപ്പ് മീറ്റർ ഉണ്ട്, ഫ്യൂവൽ ഗേജ് ഉണ്ട്, ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ക്ലോക്കും ഉണ്ട്. ഇതിനകത്ത് പിന്നെ 2 റൈഡിംഗ് മോഡ്സ് ആണ് വരുന്നത്, ട്രാക്കും സ്ട്രീറ്റും. നമ്മുടെ R15യുടെ മെയിൻ ഡീറ്റെയിൽസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ച് അതിൻ്റെ ഒരു രസം നമുക്കറിയാം. നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ടാങ്കിനോട് ഹഗ് ചെയ്ത് കിടന്ന് ഓടിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ ക്യാമറ ചെസ്റ്റ് മൗണ്ടിൽ വെച്ചിട്ട് അത് ക്യാമറ റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയിട്ടുണ്ട്. സോറി, നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്, സ്കൂൾ ബസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അധികം നമുക്ക് സ്പീഡ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ വണ്ടിയിൽ പിന്നെ നമുക്ക് ഹൈ ഗിയേഴ്സിൽ ലോ സ്പീഡിൽ പോകാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും പറ്റുന്ന രീതിയിലൊന്ന് വലിച്ചെടുത്ത് നോക്കാം. ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് തുടങ്ങുന്നത് 2,15,000-ലും, അതേപോലെ തന്നെ എൻ്റെ ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും 2,35,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ R15ൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഏകദേശം എല്ലാം കവറപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.